أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. गुज़श्ता जुमे के खुतबे में കഴിഞ്ഞ ഖുത്ബയിൽ ബൈഅത്തിന്റെ നിബന്ധനകൾ എന്ന വിഷയം പ്രതിപാദിച്ചുകൊണ്ട് ഒരു അഹ്മദിയുടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് ഞാൻ ജമാഅത്ത് അംഗങ്ങളെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. അതിൽ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വിവിധ ഉദ്ധരണികൾ മുഖേന ഓരോ നിബന്ധനയെയും വിശദീകരിക്കുകയും ചെയ്തിരുന്നു. ഈ നിബന്ധനകളും ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഗ്രന്ഥങ്ങളും മൽഫൂദാത്തുകളും വായിച്ച് അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് ആ മഹാത്മാവ് നമുക്ക് ഇസ്ലാമിന്റെ യഥാർത്ഥ അധ്യാപനം നൽകിക്കൊണ്ട് നമ്മുടെ വിശ്വാസപരവും പ്രവർത്തനപരവുമായ സംസ്കരണം നടത്തിക്കൊണ്ട് നമ്മിൽ വിപ്ലവകരമായ മാറ്റം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന് മനസ്സിലാകുന്നത്. കാരണം ഇതില്ലാതെ ആ മഹാത്മാവിന്റെ അത്യുന്നതമായ ആഗമന ലക്ഷ്യം കരസ്ഥമാക്കാൻ സാധ്യമല്ല. അത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ് താനും. ഇത് മുഖേനയാണ് അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കാൻ സാധിക്കുക. ഒരു സ്ഥലത്ത് ആ മഹാത്മാവ് പറയുന്നു, ഈ പ്രസ്ഥാനം കൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അവൻ എനിക്ക് വെളിപ്പെടുത്തുകയുണ്ടായി. അതിതാണ് ഇക്കാലത്ത് തഖ്വ കുറഞ്ഞിരിക്കുന്നു. ചിലർ പ്രത്യക്ഷമായി നിർലജ്ജ പ്രവർത്തനങ്ങളിൽ മുഴുകിയിരിക്കുകയാണ്. ചിലർ ദോഷപ്രവണമായ പ്രവർത്തനങ്ങളിൽ മുഴുകിയിരിക്കുന്നു. ചിലർ അവിശുദ്ധിയുടെ ഒരംശം തന്റെ പ്രവർത്തനങ്ങളോടൊപ്പം കൂട്ടിച്ചേർത്തിരിക്കുന്നു. എന്നാൽ നല്ല ഭക്ഷണത്തിൽ അല്പം വിഷാംശം ചേർന്നാൽ ആ ഭക്ഷണം മുഴുവനും വിഷമയമായി തീരുന്നതാണ് എന്ന കാര്യം അവർ അറിയുന്നില്ല. ചിലർ ചെറിയ ചെറിയ തിന്മകളിലും പ്രകടനാത്മകതയിലും അകപ്പെട്ടിരിക്കുന്നു. ഇതിന്റെ തിന്മകൾ സൂക്ഷ്മങ്ങളാണ്. ബാഹ്യമായി അവർ കരുതുന്നത് ഞങ്ങൾ യഥാർത്ഥ മതവിശ്വാസികളാണെന്നാണ്. എന്നാൽ അഹങ്കാരവും പ്രകടനാത്മകതയും അതേപോലെ സൂക്ഷ്മങ്ങളായ തിന്മകളിലും അവർ അകപ്പെട്ടിരിക്കുന്നു. അവയെല്ലാം ദൈവജ്ഞാനമാകുന്ന സൂക്ഷ്മ ദർശനിയിലൂടെ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. പറയുന്നു, ലോകത്തിന് തഖ്വയുടെയും പരിശുദ്ധിയുടെയും ജീവിതം പ്രകടമാക്കി കാണിക്കാൻ അള്ളാഹു ഇപ്പോൾ ഇച്ഛിച്ചിരിക്കുകയാണ്. ഈ ഒരു കാര്യത്തിനായാണ് ഈ പ്രസ്ഥാനത്തെ അള്ളാഹു സ്ഥാപിച്ചിരിക്കുന്നത്. പരിശുദ്ധിയാണ് അവൻ ആഗ്രഹിക്കുന്നത്. ഒരു പരിശുദ്ധ ജമാഅത്തിനെ ഉണ്ടാക്കുക എന്നതാണ് അവന്റെ ലക്ഷ്യം.
ने जो जमात ये कायम फरमाई वो इसमें शामिल होने वालों को അള്ളാഹു ഈ ജമാഅത്തിൽ ताकि पाक जमात तक क़याम പ്രവേശിക്കുന്നവരെ പ്രത്യേകമായി വിശുദ്ധീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. तो इस्लाम അങ്ങനെയാണ് വിശുദ്ധമായ ഒരു ജമാഅത്ത് സ്ഥാപിതമാവുക. कि ये ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം നമ്മിൽ ഓരോരുത്തരിൽ നിന്നും ആഗ്രഹിക്കുന്നത് നാം ഓരോരുത്തരും ദൈവിക ജ്ഞാനമാകുന്ന സൂക്ഷ്മ ദർശനിയിലൂടെ നമ്മുടെ നഫ്സിനെ നോക്കുക എന്നാണ്. നാം ഒരു ആത്മപരിശോധന നടത്തുക. वहाँ हर किस्म की വിശ്വാസപരമായ പോരായ്മകൾ ശരിയാക്കുന്നതോടൊപ്പം अमली गलतियों നാനാതരം ചെറിയ ചെറിയ പ്രവർത്തന വൈകല്യങ്ങൾ പോലും ശരിയാക്കാൻ ശ്രമിക്കേണ്ടതാണ്. आरफाना खुर्दबीन നമ്മുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നാം നോക്കേണ്ടതാണ്. मामूली किस्म की गलती ഈ സൂക്ഷ്മദർശനിയിലൂടെ നോക്കുമ്പോഴാണ് ചെറിയ തെറ്റുകളെയും വലുതാക്കി കാണിച്ചു തരിക. बड़ी करके दिखाती है കാരണം സൂക്ഷ്മദർശനികൾ ചെറിയ വസ്തുക്കളെ വലുതാക്കി കാണിക്കുന്നു. को देखने के लिए अपनी कमजोरियों को देखने അതുകൊണ്ട് സ്വന്തം തെറ്റുകളെ കാണാനും സ്വന്തം പാപങ്ങളും ബലഹീനതകളും കാണാനും വേണ്ടി नफ्स के जायजे ले सकते നമ്മുടെ ആത്മപരിശോധനക്ക് ഉതകുന്ന സൂക്ഷ്മദർശിനി ഉപയോഗിക്കേണ്ടതായി വരും. की जरूरत है बस हम ഈ ഒരു ചിന്തയോടുകൂടി നാം നമ്മുടെ പരിശോധന നടത്തുക. और हज़रत मसीह मौऊद अलैहिस्सलातु ചുരുക്കത്തിൽ അഹമ്മദി ആണെന്ന നമ്മുടെ വാദം कायम करदा जमात നിസ്സാരമല്ല. അതേപോലെ ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം സ്ഥാപിച്ച ജമാഅത്തും अहमदी होने का दावा നിസ്സാരമായ ജമാഅത്തല്ല. जमात एक मामूली जमात है. अल्लाह ताला इस जमात के अफराद को पाक करके അള്ളാഹു തആല जमात बनाना चाहता है. ജമാഅത്തിലെ അംഗങ്ങളെ വിശുദ്ധീകരിച്ച് हज़रत मसीह ഒരു പരിശുദ്ധ ജമാഅത്ത് ഉണ്ടാക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. हर അതിനുവേണ്ടിയാണ് ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു നിയോഗിച്ചത്. ഓരോ അഹമ്മദിയും തന്നെ തഖ്വയുടെയും जिंदगी जो है പവിത്രതയുടെയും ജീവിത മാതൃകയാണ് പ്രകടമാക്കേണ്ടത്. इसी के तकवा और तहारत की जिंदगी के नमूने ही जो हैं वो ഈ മാറ്റം നമ്മുടെ വിശ്വാസപരമായ സംസ്കരണവും അതേപോലെ പ്രവർത്തനപരമായ സംസ്കരണവുമായി ബന്ധപ്പെട്ട് നിൽക്കും. इनकलाबी तब्दीली हमारे एतकाद की इसलाह और अमाल വെറും വിശ്വാസപരമായ वाबस्ता है. പരിവർത്തനം മാത്രം ഫലം ചെയ്യില്ല. एतकादी इसलाह फायदा नहीं दे सकती അതോടൊപ്പം जब तक कि പ്രവർത്തനപരമായ പരിവർത്തനവും അനിവാര്യമാണ്. इसलाह भी साथ ना हो. जब तक हमें से हर एक को अपने अमाल की फिक्र न हो നമ്മിൽ ഓരോരുത്തർക്കും നമ്മുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ചിന്തയുണ്ടായിരിക്കേണ്ടതാണ്. चाहिए और कौन से अमाल हैं जिनकी तरफ हमें तवज्जो നമ്മുടെ വിശ്വാസം എന്തായിരിക്കണം, जैसा कि हज़रत നമ്മുടെ പ്രവർത്തനം ഏത് രീതിയിലായിരിക്കണം इक्तिबास से मैंने पढ़ा എന്നത് ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉദ്ധരണിയിൽ നിന്നും കേട്ടുകഴിഞ്ഞു. तवज्जो ചെറിയ ചെറിയ उसके बजा लाने നന്മകളിലേക്ക് പോലും നമുക്ക് ശ്രദ്ധ ഉണ്ടായിരിക്കേണ്ടതാണ്. यही हज़रत मुस्लिम ने फरमाया. അത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കേണ്ടതാണ്. गुजात മറ്റൊരു സ്ഥലത്ത് से अपने अकीदे और अमली हालत को की हकीकत के मयार തന്റെ വിശ്വാസത്തെക്കുറിച്ചും പ്രവർത്തന നിലവാരം എത്രമാത്രം ഉയരണം എന്നതിനെക്കുറിച്ചും जमात को भी तवज्जो दिलाते हुए आप एक जगह फरमाते हैं कि ജമാഅത്തിനെ ഉത്ബോധിപ്പിച്ചുകൊണ്ട് ആ മഹാത്മാവ് പറയുന്നു, हमारा हमारा ये अकीदा है इसमें ഇതിൽ നമ്മുടെ വിശ്വാസം എന്താണെന്ന് പറയുന്നുണ്ട്. साथ जो हमें അതോടൊപ്പം തന്നെ हमारे अमल वाबस्ता है उनकी भी वजाहत हो जाती है. നമ്മുടെ പ്രവർത്തനം ഏത് രീതിയിലായിരിക്കണം എന്നും വിശദീകരിക്കുന്നുണ്ട്. कि ला इलाहा इल्लल्लाह പറയുന്നു, रसूलुल्लाह നമ്മുടെ ഉപദേശങ്ങളുടെ ആകസാരം അഥവാ അതിന്റെ കഴമ്പ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ള എന്നത്രേ. हम ഇവിടെ ഈ ലോകത്ത് നാം പുലർത്തി വരുന്നതും इस മറുലോകത്തേക്ക് നാം കടക്കുന്ന സമയം വരെ ദൈവാനുഗ്രഹത്താലും അവന്റെ സഹായത്താലും നമ്മോട് ഒട്ടിനിൽക്കുന്നതുമായ വിശ്വാസം ഇതാണ്. നമ്മുടെ ആത്മീയ നേതാവും യജമാനനുമായ ഹദ്റത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഖാത്തമുൻ നബിയീനും ഖൈറുൽ മുർസലീനുമാണ്. और वो नेमत അവിടത്തെ കയ്യാൽ മതത്തിനു പൂർണ്ണതയും അനുഗ്രഹ പദവിയുടെ പരിപൂർത്തിയും വന്നു കഴിഞ്ഞു. रास्त को इख्तियार करके
खुदा ताला അത് മുഖേന മനുഷ്യനു സത്യപാത കൈവരിച്ചുകൊണ്ട് ദൈവത്തിന്റെ അടുക്കലോളം എത്താനാവും. कि कुरान शरीफ നാം സുദൃഢമായി വിശ്വസിക്കുന്നു, समावी है വിശുദ്ധ ഖുർആൻ यह नुक्ता എല്ലാ ദിവ്യ ഗ്രന്ഥങ്ങളുടെയും ഖാത്തമുൽ ഖുത്തുബാണ്. और अहकाम അതിന്റെ നിശ്ചിത ശറഅകളിൽ നിന്നും അതിരുകളിൽ നിന്നും കൽപ്പനകളിൽ നിന്നും വള്ളിപ്പുള്ളി നീക്കുവാനോ അവയിൽ കൂട്ടിച്ചേർക്കാനോ പാടുള്ളതല്ല. ऐसी वही या ऐसा इल्हाम मिन जानबुल्लाह नहीं हो सकता വിശുദ്ധ ഖുർആനിലെ കൽപ്പനകളെ റദ്ദാക്കുകയോ या तनसीब മാറ്റുകയോ किसी एक हुक्म के ദുർബലപ്പെടുത്തുകയോ ഭേദപ്പെടുത്തുകയോ ചെയ്യുന്ന യാതൊരു വെളിപാടും ദൈവവചനവും ഉണ്ടായിരിക്കുന്നതല്ല. कोई ऐसा ख्याल करे तो वो हमारे नजदीक അത്തരം വിശ്വാസം खारिज और मुल्हिद और काफिर ആരെങ്കിലും സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അയാൾ എന്റെ അഭിപ്രായത്തിൽ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽപ്പെട്ടവനല്ല. അത് മുഖേന അയാൾ ഒരു അവിശ്വാസിയായി തീരുകയും ചെയ്യുന്നു. സിറാത്തെ മുസ്തഖീമിലെ हरगिज इन ഒരു നിസ്സാര പദവി കൂടി നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റാതെ ഒരിക്കലും മനുഷ്യന് ലഭിക്കുന്നതല്ലെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. उस इमाम എന്നിട്ടല്ലേ നേർമാർഗത്തിന്റെ ഉന്നത സ്ഥാനങ്ങൾ ഈ പ്രവാചക നേതാവിനെ പിൻപറ്റാതെ ലഭിക്കുക. इज्जत और कुर्ब का वजूज ഔന്നിത്യത്തിന്റെയും മഹത്വത്തിന്റെയും ഒരു സ്ഥാനവും अपने नबी ആദരവിന്റെയും ദൈവ സാമീപ്യത്തിന്റെയും ഒരു പദവിയും തന്നെ നമ്മുടെ പ്രവാചകനെ പരിപൂർണമായും സത്യസന്ധമായ രീതിയിൽ പിൻപറ്റാതെ ആർക്കും ലഭിക്കുന്നതല്ല. നമുക്ക് ലഭിക്കുന്നതെല്ലാം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേനയാണ് ലഭിക്കുന്നത്. शर्फ सोहबत आ हज़रत തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാമീപ്യത്തിന്റെ വരദാനം കരസ്ഥമാക്കിക്കൊണ്ട് സാത്വികരും പരിപൂർണരുമായ മനുഷ്യർ ആത്മീയ പ്രയാണത്തിന്റെ പടവുകൾ കയറുകയുണ്ടായി. അവർക്ക് ലഭിച്ചതുപോലുള്ള മഹത്വങ്ങളും ശ്രേഷ്ഠതകളും നമുക്കും ലഭിക്കുന്നുണ്ടെങ്കിൽ അതും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേനയാണ് നമുക്ക് ലഭിക്കുന്നത് എന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു. മുൻ മഹാത്മാക്കൾക്ക് ലഭിച്ച ചില ആപേക്ഷിക ശ്രേഷ്ഠതകൾ ഇപ്പോൾ നമുക്ക് ഒരു തരത്തിലും ലഭിക്കുന്നതല്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുള്ളവർക്ക് ലഭിച്ച ചില കാര്യങ്ങൾ നമുക്ക് ഒരിക്കലും ഇപ്പോൾ ലഭിക്കുന്നതല്ല. रखी गई है വീണ്ടും പറയുന്നു, ഏതൊരു 5 കാര്യങ്ങളിലാണോ ഇസ്ലാം സ്ഥാപിച്ചിരിക്കുന്നത് यानी അതാണ് ഞങ്ങളുടെ വിശ്വാസം. हुक्म है അള്ളാഹുവിന്റെ ഗ്രന്ഥമായ വിശുദ്ധ ഖുർആനെ മുറുകെ പിടിക്കാൻ നമ്മോട് കൽപ്പിച്ചിരിക്കുന്നു. അതിനെ നാം മുറുകെ പിടിക്കുകയും ചെയ്യുന്നു. ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെ ഹസ്ബുന കിതാബുള്ള എന്നാണ് ഞങ്ങളുടെ നാവിൽ നിന്നും വരിക. के वक्त जब ഹദീസും ഖുർആനും തമ്മിൽ അഭിപ്രായ ഭിന്നത ഉണ്ടാകുമ്പോൾ कुरान को हम ഹദ്റത്ത് ആയിഷ റളിയല്ലാഹു അൻഹയെ പോലെ इस पर ഞങ്ങൾ ഖുർആന് മുൻഗണന നൽകുന്നതാണ്. फरमाते हैं बिलखुसूस कि ഹദീസിനേക്കാളും ഖുർആനാണ് മുൻഗണന നൽകുന്നത്. और हम इस बात पर ईमान लाते हैं പറയുന്നു, ताला के सिवा കഥകളെ കുറിച്ചാണെങ്കിൽ അതിലൊന്നും ഏകീകരണവുമില്ല. അള്ളാഹു അല്ലാതെ മറ്റൊരു ആരാധനമില്ലെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. സയ്യിദനാ ഹദ്റത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവന്റെ ദൂതനും ഖാത്തമുൽ അംബിയ ആകുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. മലക്കുകൾ സത്യമാണെന്നും और जन्नत പുനരുദ്ധാനം സത്യമാണെന്നും हक है വിധിനാൾ സത്യമാണെന്നും कि जो कुछ സ്വർഗം സത്യമാണെന്നും നരകം സത്യമാണെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു. हमारे नबी അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതും वो सब बलिहाज बयान मज़कूरा തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതും मान लाते हैं कि जो शख्स इस शे എല്ലാം മുൻ പറഞ്ഞതുപോലെ സത്യമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. पैदा करे ഈ ഇസ്ലാമിക ശരീഅത്തിൽ നിന്നും അല്പം കുറക്കുകയോ बुनियाद डाले കൂട്ടുകയോ ചെയ്യുകയോ यो बदले നിർബന്ധ കാര്യങ്ങൾ ഉപേക്ഷിക്കുകയോ लाल हराम സ്വന്തം ഇഷ്ടപ്രകാരം വല്ലത് നിർമ്മിക്കുകയോ അതിന് ആരംഭം കുറിക്കുകയോ ചെയ്യുന്നവൻ और इस्लाम से बरगश्ता है അവിശ്വാസിയും अपनी जमात को नसीहत कर ഇസ്ലാമിനെ പരിത്യജിച്ചവനുമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. तैयबा पर നാം നമ്മുടെ ജമാഅത്തിന് ഇപ്രകാരം ഉപദേശിക്കുകയാണ്, मोहम्मद रसूल ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന പരിശുദ്ധ കലിമയിൽ അവർ സത്യഹൃദയത്തോടുകൂടി വിശ്വസിക്കുക, ഇതിൽ വേണ്ടി മരിക്കുകയും ചെയ്യുക. शरीफ से साबित है വിശുദ്ധ ഖുർആൻ മുഖേന ഏതെല്ലാം പ്രവാചകന്മാരുടെയും ഗ്രന്ഥങ്ങളുടെയും സത്യത ज़कात വ്യക്തമാകുന്നുവോ അവരിലെല്ലാം വിശ്വസിക്കേണ്ടതാണ്. करदा फराइज നോമ്പ്, നമസ്കാരം, സക്കാത്ത്, ഹജ്ജ് तमाम मनाहियात അള്ളാഹുവും അവന്റെ റസൂലും കൽപ്പിച്ച കൽപ്പനകൾ നിർബന്ധമാണെന്ന് കരുതി അനുഷ്ഠിക്കുകയും വിരോധിച്ചിരിക്കുന്ന കാര്യങ്ങൾ എല്ലാം വിരോധിക്കപ്പെട്ടതാണെന്ന് മനസ്സിലാക്കി യഥാർത്ഥ ഇസ്ലാമിൽ പദമൂന്നുകയും ചെയ്യാനും നാം കൽപ്പിക്കുന്നു. इजमा ചുരുക്കത്തിൽ മുൻകടന്ന മഹാത്മാക്കൾക്ക് जो
ഏതെല്ലാം കാര്യങ്ങളിൽ വിശ്വാസപരവും കർമ്മപരവുമായി ഇജ്മാ ഉണ്ടായിരുന്നുവോ, ഏതെല്ലാം കാര്യങ്ങളാണോ इस बात पर गवाह അഹ്ലെ സുന്നത്തിന്റെ അടുക്കൽ ഇസ്ലാം എന്ന് പറയപ്പെടുന്നത്, അതെല്ലാം അംഗീകരിക്കേണ്ട നിർബന്ധമാണ്. ഇതാണ് ഞങ്ങളുടെ വിശ്വാസം എന്നതിൽ ആകാശഭൂമികളെ നാം സാക്ഷി നിർത്തുന്നു. അള്ളാഹുവിന്റെ അസ്തിത്വമല്ലാതെ മറ്റു സർവ്വതും നശ്വരമാണെന്ന് വിവരിച്ചുകൊണ്ട് പറയുന്നു. उनकी भी ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ഒരു മനുഷ്യനാണ്, हाँ അള്ളാഹുവിന്റെ പ്രവാചകനാണ്. അദ്ദേഹത്തിന്റെ മരണവും സംഭവിച്ചിരിക്കുന്നു. കുരിശ് മരണത്തിൽ നിന്നും അള്ളാഹു അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുകയുണ്ടായി. കുരിശിലേറ്റ മുറിവുകളിൽ നിന്നും അദ്ദേഹത്തെ സുഖപ്പെടുത്തുകയുണ്ടായി. അദ്ദേഹം കാശ്മീരിലേക്ക് ഹിജ്റത്ത് പോവുകയും बात पाने के अकीदे അവിടെ വെച്ച് വഫാത്ത് ചെയ്തു തുടങ്ങിയ കാര്യങ്ങളും അദ്ദേഹം വിവരിക്കുന്നു. ഹദ്രത്ത് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വഫാത്തിനെ കുറിച്ച് ഒരു സ്ഥലത്ത് ആ മഹാത്മാവ് വിവരിക്കുന്നു, ഞാൻ മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ മരിച്ചിരിക്കുന്നു എന്നും അദ്ദേഹം മരണപ്പെട്ടവരിൽ ഉൾപ്പെട്ടിരിക്കുന്നുവെന്നും क्यों यकीन അടിയുറച്ചു വിശ്വസിക്കുകയും ശരിക്കും അറിയുകയും ചെയ്യുന്നു. അദ്ദേഹം മരിച്ചിരിക്കുന്നു എന്നത് എനിക്ക് ദൃഢബോധ്യമാണ്. എന്തുകൊണ്ട് ഞാൻ ദൃഢമായി വിശ്വസിക്കുകയില്ല? കാരണം എന്റെ യജമാനനും രക്ഷിതാവുമായ അള്ളാഹു തന്റെ പവിത്ര ഗ്രന്ഥമായ വിശുദ്ധ ഖുർആനിൽ അദ്ദേഹത്തെ മുത്തവഫീങ്ങളുടെ സംഘത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. വിശുദ്ധ ഖുർആനിൽ ഒരു സ്ഥലത്ത് പോലും അദ്ദേഹത്തിന്റെ അനിതര സാധാരണമായ ജീവിതത്തെക്കുറിച്ചോ അദ്ദേഹം വീണ്ടും വരുമെന്നതിനെ കുറിച്ചോ പ്രസ്താവിക്കുന്നില്ല. हिल अंसरी അദ്ദേഹം മരിച്ചുപോയിരിക്കുന്നു എന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഭൗതിക ശരീരത്തോടുകൂടി അദ്ദേഹം ജീവിച്ചിരിക്കുന്നു എന്നതും അവസാന ലോകത്ത് തിരിച്ചു വരുമെന്നും എനിക്ക് ലഭിച്ച വെളിപാടുകൾ മുഖേന മാത്രമല്ല ഞാൻ തെറ്റായി മനസ്സിലാക്കുന്നത്. മറിച്ച് कीनिया कुरान करीम की रूह से लब മസീഹ് ജീവിച്ചിരിപ്പുണ്ട് എന്നതിന് വിശുദ്ധ ഖുർആന്റെ ഖണ്ഡിതവും വ്യക്തവും और कती അനിഷേധ്യവുമായ അധ്യാപനങ്ങളുടെ അടിസ്ഥാനത്തിൽ उनकी रूह से തെറ്റാണെന്ന് हज़रत ईसा अलैहिस्सलाम ഞാൻ മനസ്സിലാക്കുന്നു. വിശുദ്ധ ഖുർആന്റെ വ്യക്തവും ശക്തവുമായ ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ जिंदगी ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മരിച്ചിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടെന്നതിനെ തെറ്റായി കരുതുകയും ചെയ്യുന്നു. हज़रत मसीह अलैहिस्सलाम ने एक जगह ये भी फरमाया है कि एतकादी लिहाज ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം और दूसरे मुसलमान ഒരു സ്ഥലത്ത് ഇപ്രകാരം പറയുകയുണ്ടായി, വിശ്വാസപരമായി നിങ്ങളിലും മറ്റു മുസ്ലിങ്ങളിലും ഒരു വ്യത്യാസവുമില്ല. तुम्हारा भी है। ईमान के जितने रुकन हैं ഇസ്ലാം കാര്യങ്ങൾ അംഗീകരിക്കുന്നു എന്നവർ വാദിക്കുന്നു, का दावा करता है, നിങ്ങളും വാദിക്കുന്നു. मुंह से यही दावा करता ഈമാൻ കാര്യങ്ങളിൽ ഒരു അഹമ്മദി വിശ്വസിക്കുന്നു എന്ന് വാദിക്കുന്നത് പോലെ മറ്റുള്ളവരും ഇതേ വാദം തന്നെ ഉന്നയിക്കുന്നു. है कि हज़रत ईसा की वफात पर हज़रत मसीह अलैहिस्सलाम की बेइज्जत के बाद ഹദ്റത്ത് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മരണത്തിൽ മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആഗമനത്തിന് ശേഷം ഒരു വിഭാഗം വിശ്വസിക്കാൻ തുടങ്ങിയിരിക്കുന്നു. नजरिया था कि वो महदी आएगा और कत्ल करेगा और इस्लाह करेगा, രക്തമഹദി വന്ന് वो उसके बारे में भी नजरियात बदल गए हैं। മറ്റുള്ളവരെ എല്ലാം വധിക്കും എന്ന വിശ്വാസവും ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. मैं उससे पहले जो मैं जो കഴിഞ്ഞ गुजरा है उससे जिसमें मैंने सहाबा के वाक़यात सुनाए थे, उनमें ഖുത്ബക്ക് മുമ്പുള്ള ഖുത്ബയിൽ हुसैन सब बटालिया से पूछा സഹാബിമാരുടെ റിവായത്ത് കൽപ്പിച്ചതിൽ किया है, ഒരു സഹാബി മുഹമ്മദ് സൈം ബട്ടാലബിയോട് ചോദിച്ചപ്പോൾ उनको आप कुछ कहते हैं, वैसे सुना इनकार करते हैं। അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ പറയുകയുണ്ടായി. तो इस्लाम जब ये कहते രക്തദാഹിയായ മഹദിയെക്കുറിച്ച് നിങ്ങൾ ജനങ്ങളോട് പറയുന്നതൊന്നും എന്നാൽ വിശ്വസിക്കുന്നത് മറ്റൊന്നുമാണല്ലോ എന്ന് ചോദിക്കുകയുണ്ടായി. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം രക്തദാഹിയായ മഹദി വരില്ല എന്ന് പറയുമ്പോൾ जो मेरा नजर നിങ്ങൾ അതിനെ എതിർക്കുകയും ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, നിനക്ക് മിർസാ സാഹിബിനെ വിശ്വസിക്കണമെങ്കിൽ വിശ്വസിക്കുക, എന്റെ കാഴ്ചപ്പാട് എന്താണെന്ന് ഞാൻ കേൾപ്പിക്കുകയുണ്ടായി. महदी ने भी आना है और मसीह ने भी आना है, लेकिन ഇവർ ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന് എതിരിൽ വരുമ്പോൾ രക്തദാഹിയ മഹദി വരും എന്നെല്ലാം പറയും. तो इस्लाम के आने से എന്നാൽ പലരുടെയും കാഴ്ചപ്പാടുകൾ മാറിയിട്ടുണ്ട്. में भी ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം വന്നതോടുകൂടി മറ്റു മുസ്ലിങ്ങളുടെ വിശ്വാസപരമായ കാര്യങ്ങൾ ശരിയായിട്ടുണ്ട്. अपने खुतबे में ഹസ്രത്ത് മുസ്ലിം റളിയല്ലാഹു അൻഹു एतकादी ഇന്നേക്ക് 76 വർഷം മുമ്പ് इस मौजू पर വിശ്വാസപരവും കർമ്മപരവുമായ കാര്യങ്ങളിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് ഒരു ഖുത്ബ പരമ്പര തന്നെ നൽകുകയുണ്ടായി. उनमें आपने यहाँ तक फरमाया कि हिंदुस्तान में पढ़े लिखे लोगों में से അതിൽ അദ്ദേഹം ഇത്ര വരെ പറയുകയുണ്ടായി, 10 में से ഇന്ത്യയിൽ വിദ്യാസമ്പന്നരായവരിൽ मसीह का कायल हो। 10ൽ ഒരാൾ പോലും कुरान करीम की आयत ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജീവിച്ചിരിപ്പുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ ഉണ്ടാകില്ല. इसमें नासुख व मनसूख का
വിശുദ്ധ ഖുർആന്റെ वो शिद्दत നാസിഖ് മൻസിഖ് എന്ന വിഷയത്തിൽ ഇപ്പോൾ മുമ്പുള്ള ആ ആവേശം കാണുന്നില്ല. साबित फरमाया है। ഹദ്റത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ മറ്റൊരു കാര്യം, आयत पर മറ്റു മുസ്ലിങ്ങൾ ആദ്യം ചില കാര്യങ്ങളിൽ वो भी अब दिफाई हालत में आ गए हैं। वो शिद्दत का ഇതാണെന്ന് പറഞ്ഞ് പിടിവാശി പിടിക്കാറുണ്ട്. खामोश हो जाते എന്നാൽ ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആഗമനത്തോടുകൂടി അങ്ങനെയുള്ള വിശ്വാസം ഉപേക്ഷിച്ച് അതിനെ പ്രതിരോധിക്കാൻ തുടങ്ങിയിരിക്കുന്നു. और सुकून അവർ വിശ്വസിക്കുന്നുണ്ടെങ്കിലും മുമ്പുള്ള അത്ര വീറും വാശിയും കാണുന്നില്ല. और शिद्दत ഇന്നും ഇത് തന്നെയാണ് അവസ്ഥ. ഇപ്പോൾ ചില പണ്ഡിതരും बल्कि പ്രഗത്ഭരുമായവർ, അതിൽ അറബികളും ഉൾപ്പെടുന്നുണ്ട്, जिहाद ജിഹാദിനെ കുറിച്ച് ശബ്ദിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ये नजरियात में तब्दीली ഇന്ന് മറ്റു മുസ്ലിങ്ങൾ പറഞ്ഞു നടക്കുന്ന ജിഹാദ് ശരിയല്ല എന്നവർ പറയാൻ ധൈര്യപ്പെട്ടിരിക്കുന്നു. तब्दीली उन कायद അതുകൊണ്ട് അവരുടെ അടിസ്ഥാന കാഴ്ചപ്പാടുകളിലുള്ള ഈ മാറ്റം, അവരിലുള്ള വിദ്യാസമ്പന്നരും പൊതു സമൂഹത്തോട് ബന്ധപ്പെട്ട് കഴിയുന്നവരുമായവരിലുള്ള ഈ മാറ്റം എല്ലാം വന്നത് वास्तव भी है। ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആഗമനത്തിന് ശേഷമാണ്. जिहाद वगैरह के बारे में ये गलत है। ये तब्दीली हज़रत मसीह अलैहिस्सलाम ജിഹാദിന്റെ കാഴ്ചപ്പാട് തെറ്റാണെന്ന് അവർ പറയുന്നു. की जिहाद की सही तारीफ के बाद पैदा हुई। അവർ അഹമ്മദിയത്തിനെ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ശരി, ഈ മാറ്റമെല്ലാം ഉണ്ടായത് का सबूत है। ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൽ വന്ന് जहाँ तक अकायद का सवाल है, ജിഹാദിന്റെ ശരിയായ ആശയം ലോകസമക്ഷം സമർപ്പിച്ചതിനു ശേഷമാണ്. അഹമ്മദിയ ജമാഅത്തിന്റെ വിശ്വാസങ്ങൾ जो है वो मानने മറ്റുള്ളവരിൽ നിന്നുള്ള വലിയൊരു വിഭാഗം അംഗീകരിക്കാൻ നിർബന്ധിതരാണെന്നത് ശരിയാണ്. कि हज़रत मसीह अलैहिस्सलाम का मुकाम ഇപ്പോൾ പൊതുവിൽ ചർച്ച ചെയ്യപ്പെടുന്നത് അദ്ദേഹത്തിന്റെ പദവി, एक दिन तय हो ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പദവി നബിയുടേതാണോ അതോ അല്ലയോ എന്നതാണ്. ഇതും ഇൻഷാ അല്ലാഹു തആല ഒരു കാലം വരുമ്പോൾ ഇല്ലാതാകുന്നതാണ്. उमूमी मौक़िफ़ जमात का है, ജമാഅത്തിന്റെ പൊതുവിലുള്ള വിശ്വാസവും समझना नहीं चाहते और ढिठाई का അധ്യാപനങ്ങളും എന്താണെന്ന് അവർ മനസ്സിലാക്കാതെ എതിർക്കാൻ വരുന്നു. हमारे अकायद അവരുടെ പക്കൽ തെളിവുകളൊന്നുമില്ല. पर जब लाजवाब हो जाते हैं तो मार धाड़ നമ്മുടെ വിശ്വാസങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ മറുപടി കിട്ടാതെ വന്നാൽ आजकल अक्सर അടിപിടിയും കൊല്ലും കൊലയിലേക്കും കാര്യങ്ങൾ ചെന്നെത്തുന്നു. के खिलाफ हो रहा है। और खास മുസ്ലിം കക്ഷികളിൽ നിന്ന് ഇക്കാലത്ത് कर हिंदुस्तान में അഹമ്മദികൾക്കെതിരെ ഉണ്ടാകുന്ന പ്രവർത്തനങ്ങളാണ് ഇവയെല്ലാം. പ്രത്യേകിച്ച് പാകിസ്ഥാനിലും ഇന്ത്യയിലെ ചില പ്രദേശങ്ങളിലും बस हमारे अकायद को गलत साबित करने के लिए ഇതെല്ലാം തെളിയിക്കുന്നത് ना ही कोई कुरानी നമ്മുടെ ആദർശങ്ങളെ ഖണ്ഡിക്കുന്നതിനായി അവരുടെ പക്കൽ വിശുദ്ധ ഖുർആനിൽ നിന്നുള്ള ഒരു തെളിവും ഇല്ല എന്നാണ്. बस ഇതേപോലെ ബുദ്ധിപരമായും തെളിവുകൾ അവരുടെ പക്കലില്ല. പിന്നീട് അക്രമം അഴിച്ചുവിടുകയാണ് ചെയ്യുന്നത്. ചുരുക്കത്തിൽ അഹമ്മദികളുടെ വിശ്വാസങ്ങളെ തെളിവുകൾ കൊണ്ട് ആർക്കും നേരിടാൻ സാധ്യമല്ല. इल्म अहमदी हैं, उनको भी चाहिए और अपने इल्म में इस लिहाज से पुख्तगी पैदा करें। അറിവ് കുറഞ്ഞ അഹമ്മദികൾ प्रोग्राम ഇക്കാര്യത്തിൽ അറിവ് നേടാൻ ശ്രമിക്കേണ്ടതാണ്. इसलिए दिए जा रहे हैं ഇക്കാലത്ത് MTA-യിൽ വരുന്ന രാഹെ ഹുദ എന്നും മറ്റുമുള്ള പ്രോഗ്രാമുകൾ ഈ കാര്യങ്ങൾ കൂടുതൽ പഠിക്കാനും ഒരു വിധത്തിലുമുള്ള അപകർഷതാബോധവും हाल जमात ആരിലും ഉണ്ടാകാതിരിക്കാനും വേണ്ടിയാണ്. के फजल से इल्ला माशाल्लाह सब ही ചുരുക്കത്തിൽ पुख्ता हैं। അഹമ്മദിയ ജമാഅത്തിന്റെ ഭൂരിപക്ഷവും याद रखे ഏകദേശം എല്ലാവരും തന്നെ हज़रत मसीह തങ്ങളുടെ വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുന്നവരാണ്. पेश फरमाया വല്ല ബലഹീനതയുമുണ്ടെങ്കിൽ इस्लाम है ഒരു കാര്യം ഓർമ്മ വെക്കുക. और इसको किसी भी तरीके ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഏതൊരു കാര്യമാണോ നമ്മുടെ മുമ്പാകെ വെച്ചിരിക്കുന്നത് അതാണ് യഥാർത്ഥ ഇസ്ലാം. ताकत नहीं है। അന്യർക്ക് ഇതിനെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഖണ്ഡിക്കുവാനുള്ള കഴിവില്ല. वो भी अपने अंदर मजबूती पैदा करें। किसी किस्म की അതുകൊണ്ട് ബലഹീനരായ ആരെങ്കിലും ഉണ്ടെങ്കിൽ हज़रत मसीह അവരും ശക്തരായി മാറുക. ഒരു രീതിയിലുമുള്ള ബലഹീനത പ്രകടിപ്പിക്കേണ്ട ആവശ്യം തന്നെയില്ല. हमें निहायत ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം നമുക്ക് വൈജ്ഞാനികപരവും വിശ്വാസപരവുമായ സുദൃഢമായ തെളിവുകൾ ഉൾക്കൊള്ളുന്ന സാഹിത്യങ്ങൾ നൽകിയിരിക്കുന്നു. ഇതേപോലെ പ്രവർത്തന കാര്യത്തിലേക്കും നമ്മുടെ ശ്രദ്ധ ക്ഷണിച്ചിട്ടുണ്ട്. लिटरेचर का ताल्लुक है जिसका असर जैसा कि मैंने कहा വിശ്വാസ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞതുപോലെ गैरों पर है, അഹമ്മദികൾ അല്ലാതിരുന്നിട്ടുകൂടി सिर्फ काफी नहीं। അന്യരിൽ ആ സാഹിത്യങ്ങൾ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. എന്നാൽ വിശ്വാസപരമായ മാറ്റം മാത്രം പോരാ. जब तक हमारे ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം
നമ്മുടെ പ്രവർത്തനങ്ങളെ ശരിപ്പെടുത്താൻ കൂടിയാണ് വന്നത്. നമ്മുടെ പ്രവർത്തനങ്ങൾ ശരിയാവാതെ വിശ്വാസങ്ങൾ ശരിയായതുകൊണ്ട് മാത്രം കാര്യമായില്ല. യഥാർത്ഥത്തിൽ പ്രവർത്തന മാതൃകയാണ് മറ്റുള്ളവരെ ഇതിലേക്ക് ആകർഷിക്കുന്നത്, ജമാഅത്തിൽ പ്രവേശിപ്പിക്കുന്നതും നമ്മുടെ വാക്കുകൾ ശ്രവിക്കാൻ കാരണമാകുന്നതും. അതുമല്ലെങ്കിൽ ചുരുങ്ങിയ പക്ഷം മിണ്ടാതിരിക്കുകയെങ്കിലും അവർ ചെയ്യും. ചുരുക്കത്തിൽ ഇത് നിശബ്ദമായ ഒരു തബ്ലീഗ് കൂടിയാണ്. ചിലർ അഹമ്മദിയത്തിന്റെ വളരെ അടുത്ത് വന്നെങ്കിലും ബയ്യത്ത് ചെയ്യുന്നതിൽ നിന്നും അവരെ തടഞ്ഞത് ഏതെങ്കിലും അഹമ്മദിയുടെ മോശമായ പെരുമാറ്റമായിരിക്കും. നാം ഇപ്പോൾ ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് നിന്ന് അകന്നുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ ഇപ്പോൾ നമുക്ക് നമ്മുടെ വിശ്വാസങ്ങൾ സംരക്ഷിക്കുന്നതോടൊപ്പം നമ്മുടെ പ്രവർത്തനങ്ങളെ ശരിയാക്കേണ്ടതും അനിവാര്യമായി വന്നിരിക്കുകയാണ്. ഇത് വളരെയധികം അനിവാര്യമാണ്. വിശ്വാസപരമായി നാം യുദ്ധം വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ വിശ്വാസമനുസരിച്ച് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ, നമുക്ക് നൽകുന്ന അധ്യാപനങ്ങൾ അനുസരിച്ച് നാം മുന്നോട്ട് പോകുന്നില്ലെങ്കിൽ, അത് നമ്മിൽ പ്രാവർത്തികമാക്കാൻ പരിശ്രമിക്കുന്നില്ലെങ്കിൽ വെറും പേരുമാത്രമായി നാമും അവശേഷിക്കുന്നതാണ്. മുസ്ലിങ്ങളുടെ ഭൂരിപക്ഷത്തെ നാം ഈ അവസ്ഥയിലാണ് ഇപ്പോൾ കാണുന്നത്. അവർ പല തെറ്റായ പ്രവർത്തനങ്ങളിലും മുഴുകിയിരിക്കുന്നു. നമസ്കരിക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് കണക്കു തീർക്കാൻ വേണ്ടി മാത്രം. അധികം പേർക്ക് നമസ്കാരത്തെക്കുറിച്ച് ചിന്തയേ ഇല്ലാത്തവരാണ്. കളവ് സർവ്വസാധാരണമാണ്. നിർലജ്ജമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിൽ യാതൊരു സങ്കോചവും അവർക്കില്ല. പരസ്യമായി അത് ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം ഒരു അനഹമ്മദി സുഹൃത്ത് എന്നെ കാണാനിടയായി. അദ്ദേഹം പറയുന്നു, ഇസ്ലാമിന്റെ ആത്മാഭിമാനത്തിന്റെ പേരും പറഞ്ഞ് വിവിധ സ്ഥലങ്ങളിൽ അക്രമങ്ങൾ അയച്ചുവിടുന്ന തീവ്രവാദി ഗ്രൂപ്പുകൾ ഇസ്ലാമിക സംവിധാനം ഇവിടെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. അവർ സ്കൂളുകളെ ആക്രമിക്കുന്നു, നിഷ്കളങ്കരായ കുട്ടികളെയും സ്ത്രീകളെയും മർദ്ദിക്കുന്നു. എന്നാൽ ഞാൻ പാകിസ്ഥാനിൽ പോയപ്പോൾ ഇസ്ലാമാബാദിൽ പൊതുനിരത്തിൽ ഒരു ബീവറേജ് ഫാക്ടറി കണ്ടു. എന്നാൽ ഒരിക്കലും അവർ ഇതിനെ ആക്രമിച്ചിട്ടില്ല. അത് പരസ്യമായി നടക്കുന്ന സ്ഥാപനമാണ്. അതേപോലെ TV ചാനലുകളുണ്ട്. പാകിസ്ഥാനിലും വൃത്തികെട്ട നഗ്നത വെളിപ്പെടുത്തിക്കൊണ്ടുള്ള പ്രോഗ്രാമുകൾ സംപ്രേഷണം ചെയ്യപ്പെടുന്നു. മുസ്ലിം ചാനലുകളിലും വരുന്നു. ഇതിനെതിരിൽ ആരും ശ്രദ്ധിക്കുന്നില്ല. അവയെ ഒന്നും ആക്രമിക്കുന്നില്ല. ഇസ്ലാമിന്റെ വക്താക്കൾ എന്ന് പറയുന്നവരുടെ പ്രവർത്തികളാണ് ഇവയെല്ലാം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദ്യം വാറ്റുന്നവരെയും അത് സൂക്ഷിക്കുന്നവരെയും വിൽക്കുന്നവരെയും കുടിപ്പിക്കുന്നവരെയും കുടിക്കുന്നവരെയും എല്ലാം ശപിച്ചിരിക്കുന്നു. ഈ ശാപം ഇവർക്ക് സഹിക്കാവുന്നതാണ്. എന്നാൽ അഹമ്മദികൾ കലിമ ചൊല്ലുന്നത് ഇവർക്ക് സഹിക്കാൻ സാധിക്കുന്നില്ല. ചുരുക്കത്തിൽ നാമും ഈ സമൂഹത്തിൽ തന്നെയാണ് ജീവിക്കുന്നത്. അതിന്റെ സ്വാധീനം നമ്മിലും ഉണ്ടായേക്കാം. അതുകൊണ്ട് സൂക്ഷിക്കേണ്ടത് അനിവാര്യമാണ്. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആഗമനോദ്ദേശ്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളിലേക്ക് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ മാത്രമാണ് നമുക്ക് സൂക്ഷ്മത പാലിക്കാൻ സാധിക്കുകയുള്ളൂ. പ്രത്യേകിച്ച് മുതിർന്നവർ കുട്ടികളെയും യുവാക്കളെയും ശ്രദ്ധിക്കേണ്ടതാണ്. യുവാക്കൾ സ്വയം ഇക്കാര്യങ്ങളിൽ സൂക്ഷ്മത പാലിക്കുക. ഇക്കാലത്ത് ശത്രുക്കൾ വീടുകളിൽ നുഴഞ്ഞുകയറി മാന്യതയ്ക്ക് കളങ്കം വരുത്തുന്ന പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് ഓരോരുത്തരുടെയും പ്രവർത്തനത്തെ ദുഷിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞതുപോലെ സൽസ്വഭാവത്തിന്റെയും നന്മയുടെയും കാഴ്ചപ്പാട് തന്നെ തിരുത്തിക്കുറിച്ചിരിക്കുകയാണ്. ഇതുപോലെ ഇന്റർനെറ്റും മറ്റു വസ്തുക്കളും എല്ലാമുണ്ട്. ഇതിനെതിരിൽ നാം ഒത്തൊരുമിച്ച് ജിഹാദ് ചെയ്യുന്നില്ലെങ്കിൽ ശൈത്താന്റെ പ്രവർത്തനത്തിന്റെ വലയത്തിൽ നാമും കുടുങ്ങുന്നതാണ്. ഇതിൽ നിന്നും രക്ഷപ്പെടാൻ മറ്റൊരു വഴിയും നമുക്കുണ്ടാവില്ല.
अल्लाह ताला से मदद लें, ഇതിൽ നിന്നും രക്ഷപ്പെടാൻ खिलाफ उठ खड़े അള്ളാഹുവിനോട് സഹായം തേടുകയല്ലാതെ മറ്റൊരു മാർഗവും ഉണ്ടാവില്ല. ഇതിനെതിരിൽ ഒരുമിച്ച് നിൽക്കുകയും അതോടൊപ്പം അള്ളാഹുവിനോട് സഹായം തേടുകയും ചെയ്യുക. तभी हम बच सकते हैं. ഇതിനായി इतना कहना काफी नहीं है. നമുക്ക് അള്ളാഹുവിനെ വിളിക്കേണ്ടതായി വരും. അപ്പോഴാണ് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. ഞാൻ ഏകനായ അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ മതിയാവുകയില്ല. हमलों से बचा जा सके जो हमारे, ഏകനായ അള്ളാഹുമായി ബന്ധം സ്ഥാപിക്കേണ്ടത് ആവശ്യമാണ്. वरना इन बुराइयों എന്നാൽ മാത്രമേ നമ്മുടെ വീടുകളിൽ പ്രവേശിച്ചു കൊണ്ടിരിക്കുന്ന പൈശാചിക പ്രവണതകളിൽ നിന്നും നമുക്ക് വിട്ടുനിൽക്കാൻ സാധിക്കുകയുള്ളൂ. ഇതല്ലാതെ ഇങ്ങനെയുള്ള തിന്മകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മറ്റു മാർഗവുമില്ല. ഒരു സംഭവം ഇപ്രകാരം പറയപ്പെടുന്നു. ഒരു ഭക്തന് ഒരു ശിഷ്യനുണ്ടായിരുന്നു. कि क्या ആ ശിഷ്യൻ പഠനമെല്ലാം പൂർത്തിയാക്കി തിരിച്ചു പോകാൻ തുടങ്ങിയപ്പോൾ ഗുരു തന്റെ ശിഷ്യനോട് ചോദിച്ചു, शागिर्द ने हैरान ഏതൊരു നാട്ടിലേക്കാണോ നീ പോകുന്നത്? शैतान तो हर जगह है. അവിടെ ഷെയ്ത്താൻ ഉണ്ടാകുമോ? ഇത് കേട്ടപ്പോൾ ശിഷ്യൻ അത്ഭുതപ്പെട്ടുകൊണ്ട് ചോദിച്ചു, ഷെയ്ത്താൻ ഇല്ലാത്ത പ്രദേശമുണ്ടോ? तूने मुझसे सीखा है എല്ലായിടത്തും ഇല്ലേ? അപ്പോൾ ഗുരു ചോദിച്ചു, बारे में, अखलाकियात के बारे में, तो उस पर എന്നിൽ നിന്നും നീ ദീനിനെ കുറിച്ചും സ്വഭാവ സംസ്കരണത്തെ കുറിച്ചും എല്ലാം പഠിച്ചിട്ടുണ്ട്. അതനുസരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ ഷെയ്ത്താൻ നിന്നെ ആക്രമിച്ചാൽ നീ എന്ത് ചെയ്യും? दूसरी तरफ ശിഷ്യൻ പറഞ്ഞു, ഞാൻ നേരിടും. फिर क्या അങ്ങനെ നേരിട്ട് പരാജയപ്പെടുത്തിയതിനു ശേഷം വീണ്ടും നീ സൽപ്രവൃത്തി ചെയ്യാൻ തുടങ്ങുമ്പോൾ ആക്രമിച്ചാൽ എന്ത് ചെയ്യും? जाओ, അവൻ പറഞ്ഞു, ഞാൻ വീണ്ടും ശൈത്താനെ നേരിടും. ഇങ്ങനെ 2-3 പ്രാവശ്യം ഇത് ചോദിക്കുകയുണ്ടായി. ഇതിനുശേഷം ഗുരു ചോദിച്ചു, നീ നിന്റെ ഒരു സുഹൃത്തിന്റെ വീട്ടിലേക്ക് പോവുകയാണെന്ന് വെക്കുക. क्या करोगे? അവിടെ ഒരു നായ ഇരിപ്പുണ്ട്. വീട്ടിൽ പ്രവേശിക്കാൻ നോക്കുമ്പോൾ നായ വന്ന് നിന്നെ കടിക്കാൻ നോക്കുകയാണെങ്കിൽ നീ എന്ത് ചെയ്യും? അവൻ പറഞ്ഞു, ഞാൻ അതിനെ ആട്ടി ഓടിക്കാൻ ശ്രമിക്കും. വീണ്ടും ആക്രമിക്കുകയാണെങ്കിൽ നീ എന്ത് ചെയ്യും? വീണ്ടും ആട്ടി ഓടിക്കും. क्या और अपने അപ്പോൾ ഗുരു ചോദിച്ചു, ഇതേ രീതിയിൽ നീ ചെയ്തുകൊണ്ടിരുന്നാൽ സുഹൃത്തിന്റെ അടുത്ത് എങ്ങനെയാണ് എത്തുക? അപ്പോൾ അവസാനം നീ എന്ത് ചെയ്യും? ഞാൻ എന്റെ സുഹൃത്തിനെ വിളിച്ചുകൊണ്ട് പറയും, നീ നിന്റെ നായയെ പിടിച്ചു കെട്ടു. അപ്പോൾ ആ ഗുരു പറയുകയുണ്ടായി, ശൈത്താനും അള്ളാഹുവിന്റെ നായയാണ്. शैतान के हमलों ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹുവിനെ തന്നെ വിളിക്കേണ്ടതായി വരും. അപ്പോൾ മാത്രമേ ഇതിന്റെ അക്രമത്തിൽ നിന്നും നീ രക്ഷപ്പെടുകയുള്ളൂ. से इल्म भी हमें हासिल हो गया और ഞങ്ങൾ അറിവ് നേടിയെന്നും बड़े अबूर हासिल कर लिया. ധാർമ്മിക ഗുണങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് പരിജ്ഞാനം കിട്ടിയെന്നും नमाजें भी हम पढ़ लेते हैं. നന്മയെക്കുറിച്ച് അറിയാമെന്നും इस जोम में अगर നമസ്കാരം ഞങ്ങൾ അനുഷ്ഠിക്കുന്നുണ്ടല്ലോ എന്നുമുള്ള മിഥ്യാധാരണയിൽ കഴിഞ്ഞുകൂടരുത്. बिगाड़ सकते हैं. ഈ ഒരു ധാരണയിൽ കഴിച്ചുകൂട്ടുകയാണെങ്കിൽ अल्लाह ताला ശൈത്താൻ നിങ്ങളെ ആക്രമിക്കുകയും നിങ്ങൾക്ക് അവനെ ഒന്നും ചെയ്യാൻ സാധിക്കുകയുമില്ല. इबादत करने की जरूरत है അതുകൊണ്ട് നിസ്വാർത്ഥമായി അള്ളാഹുവിന്റെ സഹായം തേടേണ്ട ആവശ്യമാണുള്ളത്. और अल्लाह ताला നിസ്വാർത്ഥമായി അവനെ ആരാധിക്കുക. അപ്പോൾ മാത്രമേ ശൈത്താന്റെ ആക്രമണത്തിൽ നിന്നും വിട്ടുനിൽക്കാൻ സാധിക്കുകയുള്ളൂ. सिर्फ അള്ളാഹുമായുള്ള ബന്ധം സ്ഥാപിക്കാനും അവന്റെ സാമീപ്യം കരസ്ഥമാക്കാനും दुरुस्ती कर लेना ये काफी. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ബയ്യത്തിൽ വരികയും നമ്മുടെ വിശ്വാസം ശരിപ്പെടുത്തുകയും ചെയ്താൽ മാത്രം മതിയാകുന്നതല്ല. अल्लाह ताला को मदद के लिए पुकारना होगा, जैसा कि मैंने कहा, उसके आगे झुकना होगा, उसकी इबादत. ഇതിനായി അള്ളാഹു താലായുടെ സഹായത്തിനായി വിളിക്കേണ്ടിയിരിക്കുന്നു. അവന്റെ മുമ്പിൽ കുമ്പിടേണ്ടിയിരിക്കുന്നു. അവനോട് സഹായം തേടേണ്ടിയിരിക്കുന്നു. പ്രവർത്തന രൂപത്തിലുള്ള പരിശ്രമം ഉണ്ടാകേണ്ടതും തൗബയിലേക്കും ഇസ്തിഗ്ഫാറിലേക്കും ശ്രദ്ധ ഉണ്ടായിരിക്കേണ്ടതുമാണ്. അതോടൊപ്പം അതിപ്രധാനമായ ഒരു കാര്യം നമസ്കാരമാണ്. की तरफ तो जो അള്ളാഹു തആല വിശുദ്ധ ഖുർആനിൽ വിവിധ സ്ഥലങ്ങളിൽ നമസ്കാരത്തിലേക്ക് ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. मोमिन की मेरा തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, നമസ്കാരം വിശ്വാസിയുടെ മിഅ്റാജാണ്. ताला के करीब ഇത് വിശ്വാസിയെ അള്ളാഹുമായി സമീപസ്ഥമാക്കുന്ന അവസ്ഥയാണ്. बस अगर शैतान से बचना है, അവനോട് पानी की बेहूदियों से और लग़वियात से बचना വിശ്വാസി സംസാരിക്കുന്നു. है, तो अपनी नमाज അതിനാൽ ഷെയ്ത്താനിൽ നിന്നും രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ, ഇക്കാലത്തെ വ്യർത്ഥമായ കാര്യങ്ങളിൽ നിന്നും രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നമസ്കാരത്തെ സംരക്ഷിക്കേണ്ടത് അനിവാര്യമാണ്. कि वो अपनी नमाजों को വിജയിക്കുന്ന വിശ്വാസികളുടെ മാതൃകയായി അള്ളാഹു പറഞ്ഞത് ഇതാണ്, അവർ നമസ്കാരം കാത്തു സൂക്ഷിക്കുന്നു. तन्हा अनिल फ़ाहशाए കാരണം कि ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, यकीनी तौर തീർച്ചയായും നമസ്കാരം और बेहुदा बातों से അള്ളാഹു പറയുന്നു, वो नमाज जो खालिस होकर खुदा തീർച്ചയായും നമസ്കാരം ദുഷ്കൃത്യങ്ങളിൽ നിന്നും നിഷിദ്ധ കാര്യങ്ങളിൽ നിന്നും മനുഷ്യനെ തടയുന്നു. के हसूल के लिए അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കാനായി बस शैतान की അനുഷ്ഠിക്കുന്ന നമസ്കാരങ്ങളായിരിക്കും ഇവ. खुदा ताला को मदद के लिए पुकार
ശൈത്താന്റെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാൻ അള്ളാഹുവിനെ സഹായത്തിനായി വിളിക്കാനുള്ള ഒരു സുപ്രധാന മാർഗം നമസ്കാരമാണ്. तो इस ഇന്നത്തെ അധാർമികമായ ഈ ചുറ്റുപാടിൽ നിന്നും ഇക്കാര്യത്തിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. कि उन्हें भी आदत पड़े कि वो नमाजें पढ़ें। കുട്ടികളെയും ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കണം. कहने से पहले നമസ്കാരശീലം അവരിലും ഉണ്ടാക്കിയെടുക്കണം. കുട്ടികളോടും യുവാക്കളോടും ഇക്കാര്യം പറയുന്നതിന് മുമ്പേ अल्लाह ने जब മുതിർന്നവർ सलात അവരുടെ നമസ്കാരക്കാര്യം ശരിയാക്കേണ്ടിയിരിക്കുന്നു. സ്വന്തം ഒരു ആത്മപരിശോധന നടത്തേണ്ടിയിരിക്കുന്നു. അള്ളാഹു യുഖീമുന സലാത്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ജമാഅത്തോടുകൂടി നമസ്കരിക്കലാണ്. ഇതിലേക്ക് ശ്രദ്ധ ഉണ്ടായിരിക്കേണ്ടതാണ്. जब वक्त पीछे जाता കാലാവസ്ഥ മാറുന്നതനുസരിച്ച് രാത്രി കുറയുന്നതനുസരിച്ച് സുബഹി നമസ്കാരത്തിൽ ഹാജർ നില കുറയുന്നതായി ഞാൻ കണ്ടുവരുന്നു. है गुज़श्ता दिन കഴിഞ്ഞ ദിവസം 5 മണിക്കാണ് നമസ്കാരം നടന്നത്. की नमाज आई थी तो फजर കൂടുതൽ പിന്നിലേക്ക് വന്നിട്ടില്ലായിരുന്നു സമയം. അപ്പോൾ തന്നെ സുബഹി നമസ്കാരത്തിൽ ഹാജർ നില കുറയാൻ തുടങ്ങിയിരിക്കുന്നു. या जुमे वाले दिन कुछ बेहतर हो जाती है। മുമ്പ് 1 മണിക്കൂർ മുമ്പോട്ട് വന്നപ്പോൾ കുറെയൊക്കെ ഹാജർ निല മെച്ചപ്പെട്ടിരുന്നു. बहुत तवज्जो की जरूरत ഇനി സമയം പിറകോട്ട് പോകുന്നതാണ്. അതിനാൽ ഇക്കാര്യത്തിൽ മുതിർന്നവരും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. है तो ये तो एक अहमदी के लिए सही नहीं है। സമയം പിന്നോട്ട് പോകുന്നതനുസരിച്ച് ഹാജർ നില കുറയാൻ പാടില്ല. के साथ फजर അതുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുത്തുകയാണ്. സമയം നേരത്തെ ആയാൽ പോലും സുബഹി നമസ്കാരത്തിന്റെ ഹാജർ നില കുറയാൻ പാടില്ല. नमाजों की बाजमात अदायगी में ഭാരവാഹികൾ പ്രത്യേകിച്ച് ജമാഅത്തായ നമസ്കാരത്തിൽ अगर അലസത കാണിക്കാതെ ഇവരിലും അലസത കാണുന്നുണ്ട്. और हर सतह के और हर तंजीम के अहदेदारों की हाजिरी से ഹാജർ നില മെച്ചപ്പെടുത്തുകയാണെങ്കിൽ मस्जिद की എല്ലാ സംഘടനയിൽപ്പെട്ട ഭാരവാഹികളും मस्जिद में हाजिर होने शुरू हो जाएं മസ്ജിദിൽ വരാൻ തുടങ്ങുകയാണെങ്കിൽ और बच्चों और नौजवानों पर भी മസ്ജിദിന്റെ ശോഭ തന്നെ വർദ്ധിക്കുന്നതാണ്. उनकी भी तवज्जो पैदा होगी। हमेशा കുട്ടികളിലും യുവാക്കളിലും ഇത് कि किसी का रुतबा സ്വാധീനം ചെലുത്തുന്നതാണ്. किसी ओहदे की वजह से नहीं है। ഓർക്കുക, सामने तो बेशक होगा कोई ओहदेदार ആരുടെയും ഉയർച്ച भी होगा। ഏതെങ്കിലും സ്ഥാനമാനം കൊണ്ടല്ല. असल चीज ലോകരുടെ മുമ്പാകെ ഭാരവാഹികളായിരിക്കാം. അവരെ ആദരിക്കുകയും ചെയ്യുന്നുണ്ടാകാം. എന്നാൽ യഥാർത്ഥമായത് അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കുക എന്നതാണ്. അത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെയാണ് കരസ്ഥമാകുക. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ നമസ്കാരം മിഅ്റാജാണ്. ഈ മിഅ്റാജ് കരസ്ഥമാക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. और फिर अपने ज़ेरे असर അതുകൊണ്ട് ആദ്യം ഭാരവാഹികൾ ഈ കാര്യത്തിൽ ശ്രദ്ധിക്കുക. कोई सरतोजत അതോടൊപ്പം തങ്ങളുടെ കഴിവനുസരിച്ച് കുട്ടികളെയും യുവാക്കളെയും ബോധവൽക്കരിക്കുകയും ചെയ്യുക. का रूप धारेगी जब हर तरफ से ये आवाजें आएं। നമസ്കാരം നിലനിർത്തുന്നതിനായി ശ്രമിക്കുക എന്ന ശബ്ദം നാനാദിക്കിൽ നിന്നും വരുമ്പോഴാണ് നമ്മുടെ വിജയം സ്ഥാപിതമാവുക. ईसा अलैहिस्सलाम फौत हो गए या कुरान അതല്ലാതെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മരിച്ചുപോയെന്ന വിശ്വാസമുള്ളത് കൊണ്ടോ मासूम है വിശുദ്ധ ഖുർആനിലെ ഒരായത്തും ദുർബലപ്പെട്ടില്ല എന്നതുകൊണ്ടോ वही എല്ലാ പ്രവാചകന്മാരും നിഷ്കളങ്കരാണെന്ന് വിശ്വാസമുള്ളത് കൊണ്ടോ പ്രവചനം ചെയ്യപ്പെട്ട മഹദിയും മസീഹും ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ആണെന്ന് അംഗീകരിച്ചതുകൊണ്ടോ हमारी कामयाबियां നമുക്ക് വിജയിക്കാൻ കഴിയില്ല. उस तालीम के मुताबिक ढालने में നമ്മുടെ വിജയം എന്ന് പറയുന്നത് जो खुदा ताला ने हमें दी है। അള്ളാഹു നമുക്ക് നൽകിയ കൽപ്പനകളെ പ്രവർത്തന പദത്തിൽ കൊണ്ടുവരുന്നതിലൂടെയാണ് സാധ്യമാവുക. അതിലേറ്റവും പ്രധാനമായ കൽപ്പന നമസ്കാര മുഖേന അള്ളാഹുമായി ബന്ധം സ്ഥാപിക്കുക എന്നതാണ്. कि शिरक नहीं करूंगा। അതല്ലെങ്കിൽ ശിർക്ക് നാം ചെയ്യില്ല എന്ന വാദവും പൊള്ളയായിത്തീരുന്നതാണ്. हुक्म दिया नमाजें पढ़ो, नमाजों के लिए आओ। നാം നമ്മുടെ നമസ്കാരം नमाजों की हिफाजत नहीं है സംരക്ഷിക്കുന്നില്ലെങ്കിൽ നാം ശിർക്ക് ചെയ്തവരിൽ ഉൾപ്പെടുന്നതാണ്. കാരണം അള്ളാഹു നമസ്കരിക്കാനായി വരാൻ പറയുകയുണ്ടായി. നമസ്കാരങ്ങളെ സംരക്ഷിക്കുന്നില്ലെങ്കിൽ നമസ്കാരത്തിന് പകരമായി മറ്റു വല്ല വസ്തുവും ഉണ്ടെന്നാണ്. दिलाई है। അതിന് പ്രാധാന്യം നൽകുകയാണ് ചെയ്തത്. ഇത് ഗോപ്യമായ ശിർക്കാണ്. ഏതെല്ലാം നന്മയിലേക്കാണ് അള്ളാഹു നമ്മുടെ ശ്രദ്ധ ക്ഷണിച്ചത് അതിൽ മറ്റുള്ളവരുടെ കടമകൾ നിറവേറ്റുന്നതിനെ കുറിച്ചും കാണാവുന്നതാണ്. ഭൗതികമായ അത്യാഗ്രഹത്തിൽ കുടുങ്ങി അവകാശങ്ങൾ ധ്വംസിക്കുന്നു. कि आपके ഇന്ന അഹമ്മദി എന്നെ വഞ്ചിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അനഹമ്മദികളുടെ കത്ത് എന്റെ അടുത്ത് വരുമ്പോൾ तो ये बातें जैसा നാണിച്ച് തലതാഴ്ത്തേണ്ടി വരുന്നു. कि तबलीग എനിക്ക് എന്റെ അവകാശം നേടിത്തരണം എന്നവർ എഴുതുന്നു. नए अहमदियों के लिए ഈ കാര്യങ്ങൾ തബ്ലീഗിന് തടസ്സമുണ്ടാകുന്നു.
മറിച്ച് പുതിയ അഹമ്മദികൾക്ക് ഇത് മാർഗഭ്രംശത്തിന് കാരണമായിത്തീരുന്നു. अरब अहमदीन ने लिखा कि वो जमात छोड़ रहे हैं। जब वजह पता की കഴിഞ്ഞ ദിവസം ഒരു അറബ് അഹമ്മദി എഴുതി, तो पता चला ഞാൻ ജമാഅത്ത് വിടുകയാണ് എന്ന്. कि अमल से दिल बर्दाश्ता होकर കാരണം അന്വേഷിച്ചപ്പോൾ रहे थे, അറിഞ്ഞത് लिहाज से इस बात पर यकीन रखते थे ചില അഹമ്മദികളുടെ പ്രവർത്തനത്തിൽ മനസ്സ് മടുത്താണ് വിടുന്നത്. बस जहां ये ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം को देखकर निजाम തന്റെ വാദത്തിൽ സത്യസന്ധനാണെന്ന് അടിയുറച്ച് അവർ വിശ്വസിക്കുന്നു. उन अहमदियों को ചില അഹമ്മദികളെ കണ്ട് നിസാമെ ജമാഅത്തിൽ നിന്നും ബന്ധം വിച്ഛേദിക്കുക എന്നത് അവർ ചെയ്യുന്ന തെറ്റായ പ്രവൃത്തിയാണെന്നത് ശരി തന്നെ. कितने बड़े അതോടൊപ്പം ആരുടെയെങ്കിലും വഴികേടിന് കാരണമാകുന്ന അഹമ്മദികൾ, एक बात की അതിൽ ഭാരവാഹികളും ഉൾപ്പെടും. ചിന്തിക്കേണ്ട കാര്യം എന്തുമാത്രം വലിയ തെറ്റാണ് അവർ ചെയ്യുന്നത് എന്നാണ്. जमात के अफराद ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധ തിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. लेकिन സാമ്പത്തിക ത്യാഗത്തിൽ അഹമ്മദികൾ വളരെയധികം മുൻപന്തിയിലാണ്. उस तरफ भी तवज्जो करने की എന്നാൽ അതിന്റെ ഒരു ഭാഗമാണ് സക്കാത്ത് എന്നത്. इसी तरह वो ഇതിലേക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് ആഭരണങ്ങളുള്ള സ്ത്രീകൾ ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കുക. അതേപോലെ ഒരു വർഷത്തിൽ കൂടുതൽ പണം ശേഖരിച്ചു വെച്ചിരിക്കുന്നവരും ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കുക. एक अहमदी को एक तादाद तो अल्लाह ताला के फजल से ये വേണ്ടത്ര ശ്രദ്ധ ഈ കാര്യത്തിലേക്കില്ല. पाई का हिसाब कर रख ഒരു വിഭാഗം ആളുകൾ ज़कात भी देती है। ഓരോ നയാ പൈസയുടെയും കണക്ക് വെച്ച് बाज लोग അതിന് ചന്തയും സക്കാത്ത് നൽകുന്നവരുണ്ട്. എന്നാൽ ചിലർ മനസ്സിലാക്കുന്നത് ചന്ത നൽകിയാൽ മതി എന്നാണ്. സക്കാത്ത് അവർ നൽകുന്നില്ല. സെക്രട്ടറിമാർ ഇക്കാര്യത്തിലേക്ക് അവരെ ബോധവൽക്കരിക്കുന്നില്ല. बस इस ഇത് കാരണം അതിന്റെ പ്രാധാന്യം അവർ അറിയാതെ പോകുന്നു. फिर अमली हालतों की तब्दीली में അതുകൊണ്ട് ഇതിലേക്കും കൂടുതൽ ശ്രദ്ധ ഉണ്ടായിരിക്കേണ്ടതാണ്. हर बुराई जिसका कुरान करीम में जिक्र है उसको छोड़ना और हर नेकी जिसका कुरान വിശുദ്ധ ഖുർആൻ പറഞ്ഞ എല്ലാ തിന്മകളും ഉപേക്ഷിക്കുകയും शामिल है। എല്ലാ നന്മകളും സ്വായത്തമാക്കുകയും ചെയ്യേണ്ടതാണ്. इस इरशाद को हर वक्त सामने रखना होगा। അതിനാൽ ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ हुक्मों में से एक हुक्म की नाफरमानी വിശുദ്ധ ഖുർആന്റെ 700 കൽപ്പനകളിൽ ഒന്നിനെ പോലും നിങ്ങൾ ഉപേക്ഷിക്കരുത് എന്നത് എപ്പോഴും മുമ്പിൽ വെക്കേണ്ടതാണ്. चाहिए कि बज़ाहिर छोटे से छोटे गुनाह से भी बचना है। ചെറിയ ചെറിയ പാപങ്ങളിൽ നിന്ന് പോലും നാം രക്ഷപ്പെടാൻ ശ്രമിക്കേണ്ടതാണ്. उसमें आपने यही ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉദ്ധരണി പ്രാരംഭത്തിൽ ഞാൻ കേൾപ്പിക്കുകയുണ്ടായി. ये गुनाह नहीं है, ചെറിയ ചെറിയ പാപങ്ങളിൽ അകപ്പെട്ടുകൊണ്ട് तो नजर नहीं आ रहा ഇതൊന്നും പാപമല്ലെന്ന് നിങ്ങൾ കരുതരുതെന്ന് അതിൽ പറയുന്നു. है। उन गुनाहों को അത് ബാഹ്യമായി ആർക്കും കാണാൻ സാധിക്കുന്നില്ലെങ്കിലും इस्तेमाल करके देखो ആത്മജ്ഞാനമാകുന്ന സൂക്ഷ്മ ദർശിനിയിലൂടെ നോക്കേണ്ടതാണ്. कि ये हकीकत में गुनाह है। എന്നിട്ട് ആത്മപരിശോധന നടത്തുക. അപ്പോഴാണ് ഇത് പാപമാണെന്ന് മനസ്സിലാക്കുക. ये अक्सर കപടനാട്യത്തെ കുറിച്ച് ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയുണ്ടായി. ഇത് പൊതുവിൽ മറ്റുള്ളവർക്ക് മനസ്സിലാകില്ല. इंसान को पता लग जाता है अगर वो अपना जायजा ले, हकीकत पसंद बन സ്വയം മനുഷ്യന് ഇത് മനസ്സിലാകും. रहा है യാഥാർത്ഥ്യങ്ങളിൽ നിന്നുകൊണ്ട് ആത്മപരിശോധന നടത്തുകയാണെങ്കിൽ ഞാൻ ഈ പ്രവൃത്തി ചെയ്യുന്നത് ജനങ്ങളെ കാണിക്കാനാണോ അതോ അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കാനാണോ എന്നവന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. रजा के रसूल എന്റെ ഓരോ പ്രവർത്തനവും തന്നെ होना चाहिए। അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കാനായി മാറേണ്ടതാണ്. कमाल की तरफ कोशिश करता है। എന്നാൽ മാത്രമേ എനിക്ക് പ്രതിഫലം ലഭിക്കുകയുള്ളൂ എന്ന് ഒരാൾക്ക് ബോധ്യമായാൽ അവൻ സൽപ്രവർത്തികൾ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. कि मैं ज्यादा അപ്പോഴാണ് കൂടുതൽ സൽപ്രവർത്തികൾ उन पर अमल करूं ഏതെല്ലാമാണെന്ന് അവൻ അന്വേഷിക്കുകയുള്ളൂ. तो फिर ना रिया पैदा होगी ना दूसरी बुराइयां पैदा। ഇതുണ്ടായിക്കഴിഞ്ഞാൽ इसी तरह कुरान करीम में കപടനാട്യം ഉണ്ടാകില്ല. रिश्तेदारों से उसने सलूक का हुक्म है। മറ്റു തിന്മകളും ഇല്ലാതായിത്തീരുന്നതാണ്. अपने माँ ഇതേപോലെ വിശുദ്ധ ഖുർആനിൽ കുടുംബ ബന്ധുക്കളോട് സൽപെരുമാറ്റത്തെ കുറിച്ച് കൽപ്പിക്കുന്നു. आगे ताल्लुक के लिहाज ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മാതാപിതാക്കളും ഭാര്യാമക്കളുമാണ്. തുടർന്ന് അടുത്ത ബന്ധുക്കൾ. की तरफ तवज्जो दिलानी चाहता हूँ कि आजकल बर्दाश्त മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് बहुत ज्यादा है। हालांकि ഇക്കാലത്ത് और भी ക്ഷമാശീലം സ്ത്രീകളിലും പുരുഷന്മാരിലും വളരെ കുറവാണ് എന്നുള്ളതാണ്. ക്ഷമിക്കാനും സഹിക്കാനും അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളതാണ്. रिश्ते टूटने की तादाद बढ़ रही है ഇതിന്റെ കുറവ് കാരണം और किसी को ये ख्याल नहीं रहता വിവാഹ ബന്ധങ്ങൾ कि जिनके വേർപിരിയുന്നതിന്റെ എണ്ണം नतीजे में വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കാരണം കുട്ടികളെ ഇത് ഏത് തരത്തിൽ ബാധിക്കുമെന്ന് ആരും ചിന്തിക്കുന്നില്ല. अमली हालतों
हाथों की कमजोरी, ഇരുഭാഗത്തു നിന്നും തഖ്വയുടെ കുറവ് പ്രകടമാണ്. फिर ये അതേപോലെ പ്രവർത്തന വൈകല്യം വ്യക്തമാണ്. हमारी सच्चाई दूसरों पर तब जाहिर होगी, ഓരോ പ്രവർത്തനത്തിലും നമ്മുടെ സത്യസന്ധത പ്രകടമാകുമ്പോഴാണ് सच्चाई का इजहार होगा। നാം സത്യവാന്മാരാണെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കുക എന്ന കാര്യം ഓരോ അഹമ്മദിയും മനസ്സിലാക്കേണ്ടതാണ്. हमारे रवैये നമ്മുടെ കാര്യലാഭം വരുമ്പോൾ നാം ഏകപക്ഷീയമായി നമ്മുടെ തന്നെ നേട്ടം ആഗ്രഹിക്കുകയാണെങ്കിൽ ऐद है, उसको हम ബയ്യത്തിൽ വന്നുകൊണ്ട് നമ്മിൽ പരിവർത്തനം വരുത്തുമെന്ന് പറഞ്ഞ വാക്കുകൾ വെറും പൊള്ളയായിത്തീരുന്നതാണ്. के लिए अपने വിശുദ്ധ ഖുർആൻ പറയുന്നത്, वालिदैन के നിങ്ങൾക്കെതിരിലോ खिलाफ भी गवाही देनी पड़ेगी। നിങ്ങളുടെ മാതാപിതാക്കൾക്കെതിരിലോ നിങ്ങളുടെ അടുത്ത ബന്ധുക്കൾക്കെതിരിലോ സത്യസാക്ഷ്യം പറയേണ്ടി വന്നാലും നിങ്ങൾ നൽകണമെന്നാണ്. तो क्या इनकलाब हम എന്നാൽ നമ്മുടെ പ്രവർത്തനം ഇതിന് വിരുദ്ധമാണെങ്കിൽ എന്ത് പരിവർത്തനമാണ് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുക? गैरों को कुरान करीम के इस हुक्म का भी हवाला देता हूँ। നീതി നടപ്പിൽ വരുത്തുന്നതിനായി വിശുദ്ധ ഖുർആന്റെ നിർദ്ദേശം ഇതാണെന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരുടെ മുമ്പാകെ വിശുദ്ധ ഖുർആന്റെ ഈ നിർദ്ദേശങ്ങളാണ് ഞാൻ സമർപ്പിക്കാറുള്ളത്. അഹമ്മദിയ ജമാഅത്ത് മാത്രമാണ് ഇസ്ലാമിന്റെ യഥാർത്ഥ അധ്യാപനം അനുസരിച്ച് ചരിക്കുന്ന ജമാഅത്ത് എന്നും വാദിക്കുന്നു. എന്നാൽ അന്യരുടെ അനുഭവത്തിൽ അഹമ്മദികളുടെ പ്രവർത്തനം ഇതിന് വിരുദ്ധമായി കണ്ടാൽ അവരിൽ ഈ വാദങ്ങൾ എന്ത് സ്വാധീനമാണ് ചെലുത്തുക? അങ്ങനെയുള്ള അഹമ്മദികൾ അഹമ്മദിയത്തിന്റെ തബ്ലീഗിന് തടസ്സമാണ്. അതിനാൽ ആത്മപരിശോധന നടത്തേണ്ടത് അനിവാര്യമാണ്. हमारी ഒരു കണക്കെടുപ്പ് നാം നടത്തേണ്ടതാണ്. ഇതേപോലെ വിശുദ്ധ ഖുർആനിന്റെ വിവിധ കൽപ്പനകളുണ്ട്. अपने जायजे നമ്മുടെ പ്രവർത്തനപരമായ സംസ്കരണം വരുന്നത് देखें, എല്ലാ രീതിയിലും നാം ആത്മപരിശോധന നടത്തുകയും तब हम समझ सकेंगे നമ്മുടെ ബലഹീനതകൾ നോക്കി കാണുകയും ചെയ്യുമ്പോഴാണ്. നമ്മുടെ പ്രവർത്തനം ശരിയായി കഴിഞ്ഞാൽ നാം ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്ത ബയ്യത്ത് പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയും. यकीन करने से एक हिस्से को तो അല്ലാതെ അദ്ദേഹത്തെ അംഗീകരിച്ചതുകൊണ്ടോ അദ്ദേഹത്തിന്റെ എല്ലാ വാദങ്ങളെയും അംഗീകരിച്ചതുകൊണ്ടോ കാര്യം നടക്കുകയില്ല. ഒരു ഭാഗം നാം സ്വീകരിച്ചു എന്ന് പറയാം, എന്നാൽ സുപ്രധാനമായ മറ്റൊരു ഭാഗം നാം തള്ളിക്കളയുകയും ചെയ്തു. कि छोटी ഞാൻ പറഞ്ഞതുപോലെ ഓരോ നിസ്സാര നന്മയും പ്രാവർത്തികമാക്കാൻ നാം ശ്രമിക്കണം. आदि से ചെറിയ നന്മകൾ ഏതാണെന്നും വലിയ നന്മകൾ ഏതാണെന്നും एक के लिए മനുഷ്യനെ അറിയില്ല. और दूसरे ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നത് ഒരു നന്മ ഒരാൾക്ക് ചെറുതാണെങ്കിൽ उसकी അത് മറ്റൊരാൾക്ക് വലുതായിരിക്കും. मसलन एक सहाबी ने के पूछने पर कि या रसूलुल्लाह बड़ी അതിന്റെ നിർവചനങ്ങൾ വ്യത്യസ്തമായിരിക്കും. ഒരു സഹാബി ചോദിച്ചു, യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഏറ്റവും വലിയ നന്മ ഏതാണ്? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുക എന്നതാണ് വലിയ നന്മ. एक दूसरे सहाबी के पूछने पर के बड़ी नेकी क्या है? മറ്റൊരു അവസരത്തിൽ മറ്റൊരു സഹാബി ചോദിച്ചു, खिदमत करना। ഏറ്റവും വലിയ നന്മ ഏതാണ്? അപ്പോൾ പറഞ്ഞു, മാതാപിതാക്കൾക്ക് സേവനം ചെയ്യുക എന്നതാണ്. മറ്റൊരു അവസരത്തിൽ वसल्लम മൂന്നാമതൊരു സഹാബി ചോദിച്ചു, आपने फरमाया യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, വലിയ നന്മ ഏതാണ്? പറഞ്ഞു, നമസ്കാരം അനുഷ്ഠിക്കുക, തഹജ്ജുദിന്റെ നഫൽ അനുഷ്ഠിക്കുക. വിവിധ ആളുകൾക്ക് വിവിധ കാര്യങ്ങളെ കുറിച്ചാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധ ക്ഷണിച്ചത്. बड़ी मुख्तलिफ लोगों को तवज्जो दिलाई होगी उनकी कमजोरी അതുകൊണ്ട് വലിയ നന്മ എന്നത് മൂന്നോ അതിൽ കൂടുതലോ ആയിരിക്കില്ല. बस आ हजरत ഓരോരുത്തരെയും അവരവരുടെ ബലഹീനത കണക്കിലെടുത്ത് വിവിധ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് ഉണ്ടായത്. വലിയ നന്മ ശരിക്കും ഒന്നായിരിക്കും. എന്നാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പക്കലും ഏറ്റവും വലിയ നന്മ എന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൽ बड़ी नेकी नहीं है। ഏതൊന്നിന്റെ കുറവാണോ ഉള്ളത് അതാണ്. ഒരാൾ മാതാപിതാക്കളെ സേവിക്കുന്നില്ലെങ്കിൽ, ഭാര്യാമക്കളുടെ കടമകൾ നിറവേറ്റുന്നില്ലെങ്കിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ദീനീ സേവനമല്ല വലിയ നന്മ. ഒരുപക്ഷെ അവൻ ഈ സേവനം ചെയ്യുന്നത് വ്യക്തിപരമായ കാര്യലാഭത്തിനായിരിക്കാം, അതല്ലെങ്കിൽ പേരിനും പ്രശസ്തിക്കും വേണ്ടിയായിരിക്കാം. അതിനാൽ ആരുടെ പെരുമാറ്റം കാരണം അവരുടെ വീട്ടുകാർ വിലപിക്കുന്നുവോ, അവർ ഭാരവാഹികളാണെങ്കിലും അവർക്ക് ദീനീ സേവനത്തിനുള്ള പ്രതിഫലം ലഭിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് മാതാപിതാക്കളുടെയും ഭാര്യാമക്കളുടെയും കടമകൾ നിറവേറ്റേണ്ടിയിരിക്കുന്നു. ചന്ത നൽകുന്നതിൽ ഒരാൾ മുമ്പനും എന്നാൽ നമസ്കാരത്തിൽ അലസനുമാണെങ്കിൽ, दूसरे के लिए बड़ी है। നഫലുകൾ അനുഷ്ഠിക്കുന്നതിൽ മടിയനാണെങ്കിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നന്മ എന്നത് നമസ്കാരവും നഫലുകളുമാണ്. ഇങ്ങനെയുള്ള വിവിധ की मिसाल दी है। നന്മകളുണ്ട്.
ഒരാൾക്കത് ചെറുതായി തോന്നാം, എന്നാൽ മറ്റുള്ളവർക്ക് അത് വലുതായിരിക്കും. അതുകൊണ്ട് ചെറിയ നന്മകൾ ഏതാണെന്നും വലിയ നന്മകൾ ഏതാണെന്നും ഉള്ളതിന് പ്രത്യേക പട്ടികയൊന്നുമില്ല. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം കാപട്യത്തെ കുറിച്ച് ഉദാഹരിച്ച് പറഞ്ഞതുകൊണ്ട് അർത്ഥമാക്കുന്നത് ചെറിയ തിന്മകളും ചിലപ്പോൾ വലിയ തിന്മയായി തീരുമെന്നാണ്. നമസ്കരിക്കുക എന്നത് ഉത്തമ പ്രതിഫലം ലഭിക്കുന്ന പ്രവൃത്തിയാണ്, അള്ളാഹുവിന്റെ സാമീപ്യം നൽകുന്നതാണ്, ദീനിന്റെ മിറാജാണ്. എന്നാൽ കാണിക്കാനുള്ള നമസ്കാരം സ്വീകരിക്കപ്പെടുന്നതല്ല, അത് തിരിച്ചടിക്കുന്നതാണ്. ഇതേപോലെ ഒരാൾ നമസ്കാരം കൃത്യമായി അനുഷ്ഠിക്കുന്നു, എന്നാൽ മറ്റുള്ളവരുടെ അവകാശം ധ്വംസിക്കുന്നവനാണ്, അയാൾക്ക് ഈ നമസ്കാരം നന്മയായി തീരുകയില്ല. മറ്റുള്ളവരുടെ അവകാശങ്ങൾ നൽകിയതിനു ശേഷം നമസ്കരിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായും നമസ്കാരത്തിന്റെ പ്രതിഫലം അയാൾക്ക് ലഭിക്കുമായിരുന്നു. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉദ്ധരണി ഞാൻ കേൾപ്പിച്ചതിൽ ഇസ്ലാം കാര്യത്തെ കുറിച്ച് പറയുകയുണ്ടായി. നോമ്പ് അതിൽപ്പെട്ട ഒന്നാണ്. മുസ്ലിങ്ങൾ റമദാനിൽ നോമ്പ് എടുക്കുന്നു, എന്നാൽ നോമ്പുകാരൻ നോമ്പെടുത്ത് കളവ്, വഞ്ചന, ചീത്ത വിളിക്കൽ, പരദൂഷണം പറയൽ തുടങ്ങിയവ ചെയ്യുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ആരാണോ നോമ്പെടുത്ത് കൊണ്ട് ഇவ்விധം പ്രവർത്തികൾ ചെയ്യുന്നത്, അള്ളാഹുവിന്റെ മുമ്പിൽ അങ്ങനെയുള്ളവരുടെ നോമ്പ് നോമ്പല്ല, അയാൾക്ക് നോമ്പിന്റെ പ്രതിഫലവും നഷ്ടമാകുന്നു. ചുരുക്കത്തിൽ അള്ളാഹു കൽപ്പിച്ചതുപോലെ പ്രവർത്തിക്കുക എന്നതാണ്. മനുഷ്യന്റെ ഓരോ കാൽവെപ്പും വളരെ സൂക്ഷ്മതയോടെ വെക്കണം. അവിടെ അള്ളാഹുവിന്റെ പ്രീതി മാത്രമായിരിക്കണം മുമ്പിൽ കാണേണ്ടത്. വിശ്വാസത്തിൽ ശക്തി കരസ്ഥമാക്കുന്നതോടൊപ്പം പ്രവർത്തനത്തിലും മാറ്റം ഉണ്ടാക്കിയിരിക്കണം. അഹമ്മദികളും മറ്റുള്ളവർക്കും ഇടയിൽ എന്താണ് വ്യത്യാസമെന്ന് ഓരോ വ്യക്തിക്കും മനസ്സിലായിരിക്കണം. അതുകൊണ്ട് എല്ലാവിധ തിന്മകളിൽ നിന്നും വിട്ടുനിൽക്കേണ്ടതാണ്. നാനാതരം നന്മകളും നാം സ്വായത്തമാക്കുകയും ചെയ്യേണ്ടതാണ്. നമ്മിൽ പ്രവർത്തനപരമായ ഒരു പരിവർത്തനം നാം ഉണ്ടാക്കേണ്ടതാണ്. നമ്മുടെ ചെറിയവർക്കായി മാതൃകയായി തീരുക, യുവാക്കൾക്കായി മാതൃകയായി തീരുക, തങ്ങളുടെ വീട്ടുവിൽ ഭാര്യ മക്കൾക്കായി മാതൃകയായി തീരുക, കൂടെ ജോലി ചെയ്യുന്നവർക്കും മാതൃകയായി തീരുക. എല്ലാ തിന്മകളും നാം ഓരോരുത്തരിൽ നിന്നും പൂർണ്ണമായും ഇല്ലാതായി തീരുമാറ് വലിയവരും ചെറിയവരും എല്ലാം പ്രവർത്തിക്കേണ്ടതാണ്. അതിന്റെ വേര് തന്നെ ഇല്ലാതായി തീരേണ്ടതാണ്. ജമാഅത്തങ്ങളിൽ ഉള്ളവർ ഓരോരുത്തരും തങ്ങളുടെ ഇസ്ലാഹിന് വേണ്ടി പരിശ്രമിക്കുന്നില്ലെങ്കിലും ജമാഅത്തിൽ തിന്മയുടെ വിത്ത് എപ്പോഴും നിലനിൽക്കും. അവസരം കിട്ടുമ്പോൾ അത് വളർന്ന് പന്തലിക്കും. അതുകൊണ്ട് നാനാതരം തിന്മയുടെയും വേരിനെ നമ്മിൽ നിന്നും പിഴുതേറിയേണ്ടത് ആവശ്യമാണ്. അപ്പോൾ മാത്രമേ എല്ലാതരം തിന്മകളെയും ജമാഅത്തിൽ നിന്നും വിഭാടനം ചെയ്തുകൊണ്ട് പ്രവർത്തന രൂപത്തിന്റെ യഥാർത്ഥ മാതൃകളായി നമുക്ക് മാറാൻ സാധിക്കുകയുള്ളൂ. വിജയത്തിന്റെ കാഴ്ച അള്ളാഹു നമുക്ക് കാണിച്ചു തരികയുള്ളൂ. നമ്മുടെ ദുആകൾ അപ്പോൾ മാത്രമേ സ്വീകരിക്കപ്പെടുകയുള്ളൂ. ഇൻഷാ അല്ലാഹു തആല അള്ളാഹുവിന്റെ സാമീപ്യം നമുക്ക് കരസ്ഥമാക്കാനും സാധിക്കുകയുള്ളൂ. അള്ളാഹു നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ, തൗഫീഖ് നൽകുമാറാകട്ടെ, തൗഫീഖ് നൽകുമാറാകട്ടെ, തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي
يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.